ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വളാഞ്ചേരി നിരങ്ങൽ. ഇന്ന് നമ്മുടെ ടീമിലെ അംഗസംഖ്യ കുറച്ച് കൂടുതലാണ്. കാരണം ഇന്ന് മേമയും മീനും കൂടെ നമ്മുടെ കൂടെ വളാഞ്ചേരി നിരങ്ങാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് വളാഞ്ചേരി പരാഗിലോട്ടാണ്. കാരണം അന്ന് എനിക്കും കുഞ്ഞുശ്ശിക്ക് മാത്രമേ നമ്മൾ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് കുക്കുനും മീനുനും മേമയ്ക്കും ഒക്കെ ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. ഇന്ന് പരാഗിലാണെങ്കിൽ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. കണ്ട പിള്ളേരൊക്കെ അവിടെ നിന്ന് കൈകൊട്ടിക്കളി വരെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ മെറ്റീരിയൽസ് ഒക്കെ നോക്കി അതൊക്കെ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സിൻ്റെ താഴെ മേലെ വെക്കാനുള്ള ലേസൊക്കെ നോക്കി മേടിച്ചു. അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ പോയത് പുതുമയിലോട്ടാണ്. അവിടെ നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ സ്റ്റേഷനറി സാധനങ്ങളും പിന്നെ മെയിനായിട്ട് വാങ്ങേണ്ടത് ഒരു പെർഫ്യൂം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചു. എന്നിട്ട് അവിടെ നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ നേരെ പോയത് സൻഹയിലോട്ടാണ്. അവിടെ നിന്നാണ് മേമയ്ക്ക് സാരി മേടിച്ചത്. പിന്നെ പിള്ളേർക്ക് നൈറ്റ് ഡ്രസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു. കുക്കുയി കാണിക്കുന്നത് പ്യുവർ അഭിനയമാണ്. കാരണം അവിടെ നിന്നൊന്നും മേടിക്കാനുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ഞങ്ങളുടെ കാറ്റ് പകുതി തീർന്നിരുന്നു. എന്നിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം അതൊക്കെ ബില്ലാക്കി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് പിൻസ കോസ്മെറ്റിക്സിലേക്കാണ്. ഇവിടെ നമ്മൾ കയറാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയിൽസ് മേടിക്കാനായിരുന്നു. കാരണം ഞങ്ങൾക്ക് നെയിൽസ് വെക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് നെയിൽസൊക്കെ നമ്മൾ നോക്കി വാങ്ങി. പിന്നെ കുറച്ച് ലിപ്റ്റിൻ്റെ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ പോയത് ചെരുപ്പ് മേടിക്കാനാണ്. എനിക്കാണെങ്കിൽ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും മേടിച്ചില്ല. പിന്നെ വിശപ്പങ്ങ് വന്ന് ഉച്ചയിലെത്തിയതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് കെയർ കയറിയിട്ട് ഷവർമയും പിസയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഒരു ബണ്ടിൽ ഓഫ് കവറായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ.